ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി. ഇങ്ങനെ ഒരു സ്ത്രീ, ഏതോ ഒരു അച്ചാമ്മ എന്തോ ഒരു സ്ത്രീയാണ്, അവരെഴുതിയിരിക്കുകയാണ്. ഇദ്ദേഹം മറ്റ് ഗാനങ്ങൾ ചൊരിന്ത് മത്തുറത് പരന്തനരുളിനൻ ഉരം പെരും കത്തുറാൽ ചതുർപുറം വരും ജലം ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല ഇമ്പപ്പൂരിസാല. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, അവനെ ക്രൂശിക്കുക, നിന്നെ നീ രക്ഷപ്പെടണ്ട എന്നുള്ള ഒരു ചിന്താഗതി. ഇപ്പൊ തന്നെ മാപ്പിളപ്പാട്ട് പാടിയാണ് KG മാർക്കോസ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഹിറ്റായെന്ന് ഞാൻ പറയും. ശരിയാണ്. പക്ഷേ അതൊരു ഗോസിപ്പാണ് കേട്ടോ. മാപ്പിളപ്പാട്ട് പാടി ഹിറ്റായി വന്ന ഒരു ക്രിസ്ത്യൻ ഗായകൻ സഭയിൽ നിന്നും എതിർപ്പ് കൊണ്ട് മാപ്പിളപ്പാട്ടുകളെ അവോയ്ഡ് ചെയ്തു എന്നൊരു ആരോപണമുണ്ട്. ശരിയാണോ? ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഇപ്പം ഹിന്ദു ഡിവോഷണൽ, മാപ്പിളപ്പാട്ട്, സിനിമാ പാട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും പാടരുത് എന്ന് ഒരു ക്രിസ്തീയ വിഭാഗം എന്നെ വിളിച്ചങ്ങനെ നേരിട്ട് ആരും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ, ഈ 45 വർഷത്തിനോടിടയിൽ. പക്ഷേ ഞാൻ 2019 അമേരിക്കയിൽ ചെന്ന സമയത്ത് പല പ്രാവശ്യം പോയിട്ടുണ്ട്. എനിക്ക് വന്ന് 8-9 പ്രാവശ്യം ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വന്ന് കഴിഞ്ഞ 2019 എന്ന് പറയുന്നത് 9ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇതുപോലെ ഒരു സ്ഥലത്ത് ഞാൻ പ്രോഗ്രാം ചെയ്ത്, എനിക്ക് തോന്നുന്നു ഫിലഡൽഫിയയിലാണെന്ന് തോന്നുന്നു. പാടിക്കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഒരു കസിൻ, ഞാൻ അയാളവിടെ ഈ പറഞ്ഞ പോലെ ന്യൂയോർക്ക് അവരുടെ ടൗൺ പ്ലാനിങ്ങിലാണ്, എൻജിനീയറാണ്, അവൻ്റെ കൂടെ താമസിക്കുക. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഒരു മൊബൈലിൽ എനിക്കൊരു ഇത് കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു സ്ത്രീ, ഏതോ ഒരു അച്ചാമ്മ എന്തോ ഒരു സ്ത്രീയാണ്, അവരെഴുതിയിരിക്കുകയാണ്. ഇദ്ദേഹം മറ്റ് ഗാനങ്ങൾ പാടി നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ക്രിസ്തീയ ഗാനങ്ങൾ പാടിയാൽ അദ്ദേഹത്തിന് എത്രത്തോളം അതിനകത്ത് ആത്മാർത്ഥത ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മളിത് ശരിക്കും പറഞ്ഞാൽ, ഞാനിത് ഓഫ് കോഴ്സ് ഞാനൊരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ ക്രിസ്തീയ ഗാനങ്ങൾ പാടുന്നത് ആ സഭയ്ക്കോ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ആ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു പ്രൊമോഷനും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം ജീവിച്ചോളാം എന്ന് ഒരു ക്രിസ്ത്യാനിയും പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഒരു പ്രതിജ്ഞ എടുപ്പിച്ചിട്ടുമില്ല ആരും. ഞങ്ങൾ ഇയാൾക്ക് മാസം ഒരു 5 ലക്ഷം വെച്ച് തന്നേക്കാം എന്ന് ഒരു ക്രിസ്ത്യാനിയും ഒരച്ഛനും ഒരു ബിഷപ്പും പറഞ്ഞിട്ടുമില്ല. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ ഒരു മറുപടി അപ്പം തന്നെ കൊടുത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് മാസം ഒരുപാടൊന്നും തരണ്ട, ഒരു 5 ലക്ഷം രൂപ വെച്ച് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പാട്ട് മാത്രം പാടി അവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. കാരണം ഇത് ഒരു പരിധിവരെ നമ്മുടെ വയറ്റിപ്പാടാണ്. ഇതൊരു ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുന്നു. ഇവരെന്തിനാണ് അമേരിക്കയിൽ പോയി കിടക്കുന്നത്? അമേരിക്കയിൽ കിടന്നുകൊണ്ട് ഇവർ വിശ്വാസം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാലും ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവരുണ്ട്, കാറ് കച്ചവടം ചെയ്യുന്നവരുണ്ട്, ഒരുപാട് രീതിയിൽ മറ്റ് ബിസിനസ് ചെയ്യുന്ന ഇവരൊക്കെ സത്യസന്ധമായിട്ടാണോ ബിസിനസ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഒരു 10 ലക്ഷം രൂപയ്ക്ക് അവിടുത്തെ ഒരു വീട് വാങ്ങിക്കുന്നു. നിങ്ങൾ എനിക്ക് 10,10,000 തന്നാൽ ഞാൻ ഈ വീട് തന്നേക്കാമെന്ന് ആരെങ്കിലും പറയുമോ? ഒരിക്കലുമില്ല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ 10 ഇരട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ നല്ലൊരു ശതമാനം ലാഭമോ എടുക്കാതെ ആരെങ്കിലും കൊടുക്കുമോ? ഒരിക്കലുമില്ല. ഇവിടെ തന്നെ നമുക്കറിയാവുന്ന എത്രയോ വിശ്വാസികളുണ്ട്. അപ്പം ദൈവത്തിൻ്റെ പേരിൽ തട്ടിപ്പൊന്നും നമ്മൾ നടത്തുന്നില്ല. നമ്മൾ ആ തൊഴിലെന്നുള്ള രീതിയിലാണ് മുഖ്യമായിട്ട്, ഇത് ഒരു തൊഴിലാണ്. കാരണം പക്ഷേ അതേ സമയത്ത് അതിൻ്റെ വികാരം കളയാതെ മറ്റു തരത്തിലത് വൾഗറാക്കാതെ നമ്മൾ പിന്നെ കാര്യങ്ങൾ പ്രഘോഷിക്കുന്നുണ്ട്. അത് ഒരുപാട് പേര് എൻ്റെ പാട്ടുകൾ കേട്ടിട്ട്, എന്നെ പോലെ തന്നെ ഡിവോഷണൽ സോങ്സ് പാടുന്ന മറ്റു ഗായകരുടെ പാട്ടുകൾ കേട്ടിട്ടും മാനസാന്തരപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഇപ്പോൾ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളാണേലും അവരുടെ പാട്ടുകാർ പാടുന്നത് കേട്ടിട്ട് മാനസാന്തരപ്പെട്ടിട്ടുള്ളവരും ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ മാപ്പിളപ്പാട്ട് പാടുന്നു. 10,000 മാപ്പിളപ്പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അതായത് ഒരു 82ൻ്റെ തുടക്കം തന്നെ. അപ്പോൾ അന്നപ്പോൾ എനിക്ക് എത്ര വയസ്സ് കാണും? 82 എന്ന് പറയുമ്പോൾ ഇത്രയും വർഷം പുറകോട്ട് എടുക്കുമ്പം അന്നത്തെ കൊച്ചുകുട്ടികൾ, അതായത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന
കുട്ടികൾ എനിക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ചിലപ്പം പിന്നെ ഇതുപോലെ ഫേസ്ബുക്കിലൊക്കെ അല്ല ഫേസ്ബുക്കല്ല അന്ന് എനിക്ക് തോന്നുന്ന മെസ്സേജ് ആയിരിക്കും. മെസ്സേജുകളിൽ ഇക്കയുടെ അടുത്ത പാട്ട് എപ്പോഴാണ്, അടുത്ത കാസറ്റ്, അന്ന് കാസറ്റാണ്. അപ്പോൾ ഇക്കയുടെ അടുത്ത കാസറ്റ് എപ്പോഴാണ് ഇറങ്ങുന്നത്, ഇന്ന കാസറ്റിൽ ഇന്ന പാട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ പറയുന്ന പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ മനസ്സിനെ അത്രയ്ക്കും അത് സ്വാധീനിച്ചിട്ട് അപ്പം ഞാനതിന് അവർക്ക് മറുപടി കൊടുക്കുമായിരുന്നു. നിങ്ങൾ പിന്നെ സംഗീതം ഒക്കെ ആസ്വദിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ പഠിത്തം ഉഴപ്പരുത്, നിങ്ങളുടെ ഭാവി ജീവിതം ഈ പറഞ്ഞ പോലെ മാതാപിതാക്കളുടെ നിർദ്ദേശാനുസരണം മുമ്പോട്ട് കൊണ്ടുപോകണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ ഞാൻ അങ്ങനെ ഒരുപാട് കുട്ടികൾ എനിക്ക് എഴുതുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഇത്രയും വർഷമായില്ലേ, 40 വർഷം കഴിഞ്ഞു പിന്നെയും. അപ്പോൾ ആ ഒരു എന്താ പറയുക വികാരം അവരുടെ മനസ്സിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ആ ഒരു പാട്ടിലൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് വേണേൽ പറയാം. ഒരുപാട് പിന്നെ മാപ്പിള പാട്ട് ആസ്വാദകർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാട്ടുകാർ പാടുന്നതിനേക്കാൾ വൃത്തിയായിട്ട് സാറ് ഞങ്ങളുടെ അറബ് വാക്കുകൾ അതെ അങ്ങനെ പാടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അവർ തന്നെ പറഞ്ഞില്ലേ, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ആൾക്കാർ പറയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് സാറ് ഞങ്ങളുടെ അറബ് വാക്കുകൾ ഉച്ചരിക്കാറുണ്ട് എന്ന് പറയാം. അത് നമ്മളെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം കൃതിയായിട്ട് എടുത്ത് പാടുന്ന ഒരു സംഭവം അല്ല അത്. വേറെ ഒരു പിന്നെ ഒരു മതത്തിൻ്റെ പാട്ടുകൾ അല്ലെങ്കിൽ പാട്ട് ഞാൻ പാടുമ്പോൾ അതിൻ്റെ വികാരവും അതിൻ്റെ അർത്ഥവും ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ പാടുന്നത്. ഞാൻ ചോദിക്കാറുണ്ട് ഇതെന്ത് ഇപ്പം ഇപ്പൊ പാൽനില പുഞ്ചി അതുകൊണ്ട് ഇപ്പൊ അതിന്റെ അദ്ദേഹം പറഞ്ഞത് അതിന്റെ പശ്ചാത്തലം ഞാൻ ചോദിക്കാറുണ്ട്, ഇതെന്തിനെ പറ്റിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പം അവർക്ക് ബദർ യുദ്ധം, അതായത് മരുഭൂമിയിൽ നബിയും അദ്ദേഹത്തിൻ്റെ എതിരാളികളുമായിട്ടുള്ള യുദ്ധം, അപ്പോൾ ആ യുദ്ധത്തിൻ്റെ പാട്ടുകളുണ്ട്. അതുപോലെ പിന്നെ മറ്റേ ഉണ്ടോ സഖി ഒരു കുലമുന്തിരി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഒരു സാധാരണ ഒരു ഫക്കീറായിട്ട് ചെന്നിട്ട് ഒരു പിന്നെ 4 അണ എനിക്ക് തരാൻ പറ്റുമോ എന്നൊരു സാധാരണക്കാരിയോട് ചോദിക്കുകയാണ്. അപ്പോൾ അത് അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഈ നാട്ടിലെ അമീറാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നോട് വന്ന് ഇത് ചോദിക്കുമ്പം അപ്പം നമുക്ക് എന്താണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പം അതുകൊണ്ട് ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 അണ കയ്യിൽ, ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഇപ്പം തന്നെ ഈ പലരും പറയുന്നത് ഖാ പറയും, ഖൽബ്. ശരിക്കും ഖായും അല്ല കായും അല്ല, കൽബ് എന്നാണ്, കൽബ്. അപ്പോൾ അത് ആ കൽബിലൊരാശ എന്ന് പറയണമെങ്കിൽ ആ 4 അണ തന്നാൽ എനിക്ക് മുന്തിരി തിന്നാനായിട്ടൊരാശയുണ്ട്. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 അണ കയ്യിൽ, ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാന മറന്നുപോയി, എൻ്റെ അക്ഷരങ്ങൾ മറന്നുപോയി. അല്ല, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം നോക്കിയിട്ടാണ് നമ്മൾ ആ വികാരം വരുന്നത്. അതുപോലെ തന്നെ മറ്റേ പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ, പോരിശയേറിടും ത്വാഹതൻ കൺമണി പൂരിതനൂറ് പൂമകൾ ഫാത്തിമ, പാരിലെ നാരിമാർ ആകയിൽ മാതൃക, പാരിലെ നാരിമാർ ആകയിൽ മാതൃക, പൂവിയാൾ ഹാഷിം പൂമകൾ ഫാത്തിമ. അപ്പം
നബിയുടെ മകളാണ്. അപ്പോൾ ആ കുട്ടിയെ വർണ്ണിക്കുന്ന എല്ലാത്തിൻ്റെയും നിറകുടമായിട്ടുള്ള ഒരു കുഞ്ഞായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പാടുന്നത്. തീർച്ചയായും. ഇപ്പം മാപ്പിളപ്പാട്ടിന്റെ ചരിത്രം അതാണല്ലേ. ഏറ്റവും ഈ പ്രാസമുള്ള പാട്ടുകൾ പാടാറുണ്ടല്ലോ? മാപ്പിളപ്പാട്ടിൽ പ്രത്യേകിച്ചും ഒരുപാട് പാടിയിട്ടുണ്ട്. പാട്ടാണ് ഏറ്റവും കൂടുതൽ പാടാൻ പറ്റിയ പാട്ട്? ഒരു ഓർമ്മയില്ല, കാരണം 82-84 കാലഘട്ടത്തിലാണ്. കാരണം ആകെ ചുറ്റുലകത്തിൽ അല്ല, അത് കോമൺ ആയിട്ടുള്ളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഞാനും പാടിയിട്ടുണ്ട്. പാട്ട് എടുക്കുമ്പോൾ കുറെ ടേക്ക് എടുക്കേണ്ടി വരാറുണ്ടോ? സാധാരണ ഞാൻ 2-3 ടേക്കിലൊക്കെ തീർക്കാറുണ്ട്. കാരണം ഞാനത് വലിയ ഇതായിട്ട് പറയുന്നതല്ല. എന്ന് വെച്ചാൽ നേരത്തെ അതൊന്ന് പഠിച്ച് വായിലിട്ടൊന്ന് എങ്ങനെയൊക്കെയാണ് ആ സ്വരങ്ങൾ അല്ലെങ്കിൽ ആ അക്ഷരങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കും. പിന്നെ അവരുടെ ആരെങ്കിലും ഒരാളെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൂടെ കാണും. അങ്ങനെ അത് കറക്റ്റ് ചെയ്തങ്ങ് പാടി പോകത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പോൾ സംകൃത പമകരി, അത് ട്രഡീഷണലാണ്. അപ്പം ഞാനും പാടിയിട്ടുണ്ട്, ദാസേട്ടനും പാടിയിട്ടുണ്ട്. അതേപോലെ മറ്റേ ഇതുണ്ടല്ലോ ആകെ ചുറ്റിലകത്ത്, അതും ട്രഡീഷണലാണ്, ഞാനും പാടിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നൊരു പാട്ട്, ഇപ്പം മനോരമ മ്യൂസിക്കിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. ചൊരിന്ത് മത്തുറത് പരന്തനരുളിനാൻ ഉരം പെരും കത്തുറാൽ ചതുർപുറം വരും ജലം സത്തുറാൽ തുശന്ത തലമതും യശുന്ത നദിപടി തുശിന്തിടൈ പുനലാൽ അരികർകൾ തുടങ്ങിടൈ ഗസലാൽ ചൊരിന്ത് മത്തുറത് പരന്തനരുളിനാൻ ഉരം പെരും കത്തുറാൽ ചതുർപുറം വരും ജലം സത്തുറാൽ. ഇങ്ങനെയുള്ള പാട്ടുകളുണ്ട്. അത് പാടാൻ എനിക്കൊരു താല്പര്യമായിരുന്നു, പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിൽ. ഇന്നും പാടാൻ വയ്യാഞ്ഞിട്ട്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പോൾ എൻ്റെ യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മാപ്പിള പാട്ടുകളൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പാട്ടുകളുണ്ട്, പല രീതിയിലുള്ള പാട്ടുകൾ. അത് ഞാൻ പറഞ്ഞില്ല, പക്ഷിപ്പാട്ട്, അറവനമുട്ട്, പിന്നെ ബദർ യുദ്ധം, പിന്നെ ബദർ യുദ്ധത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. പക്ഷെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. കുതിരത്ത് എന്ന് പറഞ്ഞൊരു കാസറ്റാണ്. അതിപ്പോൾ CD ആയിട്ടും ഉണ്ട്, എനിക്കൊന്ന് യൂട്യൂബിലും ഉണ്ട്. അതിൽ എനിക്കിഷ്ടമുള്ളൊരു പാട്ടുണ്ട്, ഞാൻ ഒരു 4 വരി പാടാം. ചെറിയൊരു അറബി ടച്ചുള്ളൊരു പാട്ടാണ്. ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല ഇമ്പപ്പൂ റിസാല റിസാല ദീൻ റിസാല ആരംഭ റസൂല റസൂലേ യാ റസൂലേ ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല ഇമ്പപ്പൂ റിസാല റിസാല ദീൻ റിസാല ആരംഭ റസൂല റസൂലേ യാ റസൂലേ. നല്ല പാട്ട്. അതും ഈ പറഞ്ഞാല് കുറച്ച് സ്പീഡിൽ പോകുന്ന രീതിയിൽ വണങ്ങുവാൻ പറഞ്ഞു. വേർഡ്സ് കൃത്യമായിട്ട് ഓർമ്മയില്ല. നല്ല ഇത് യൂട്യൂബിലുണ്ട് ഈ പാട്ട്. അതിലെ മിക്ക പാട്ടുകളും നല്ലതാണ്. ഈ കുത്രത്തിലെ താലോലം പൂമ്പൈതലേ താരാട്ടാൻ വാത്തെന്നലെ ഈ താമര പൂങ്കൺകളിൽ ഒരു മുത്തം നൽകാൻ വാ കുളിർമുത്തം നൽകാൻ വാ. പിന്നെ കാബൂളി വലയുടെ പാട്ട്. പുത്തം പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതുവഴിയേ. ചിത്രയും ഞാനും കൂടെ പാടിയ പാട്ടാണ്. അതേപോലെ ഗോഡ് ഫാദറിലെ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ ആർപ്പോ എറോ കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം വരവെതിരേറ്റിടാം. ഇത് ഒരു ഗാനമേളകൾക്കെല്ലാം ഒരുപാട് പേര് പാടിയിട്ടുണ്ട്. ഈ പാട്ട് ഞാൻ നേരത്തെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ പാട്ടുകളൊക്കെ അത്യാവശ്യം നല്ല പാട്ടുകളാണേലും ഒരു FM-ലോ ഒരു പിന്നെ ചാനലിലോ അതൊന്നും ഞാൻ കാണാറുമില്ല, വന്നിട്ടുമില്ല. തീർച്ചയായും. അതേപോലെ തന്നെ കടലോരക്കാറ്റെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു.
അതിൽ കടലേഴും താണ്ടുന്ന കാറ്റേ, കടലോര കാറ്റേ നീവായോ, തിരമാടി താളത്തിലാടി ഒരു തോണി അമ്മാനമാടി. ഇതും ഞാൻ ചിത്രയും കൂടെ പാടിയൊരു പാട്ടാണ്. അതേപോലെ ഞാനും മിനിയും കൂടെ പാടിയൊരു പാട്ടുണ്ട്, മിൻമിനി. വൃന്ദാവന ഗീതം മൂളിവനികൾ ആടുന്നു, വഞ്ചാമരം വീശിയെങ്ങും തെന്നൽ പോകുന്നു, ഈ പുഷ്പവേദിയിൽ സഖി നീ പുലരിപ്പൂ തളിർ വീശി വന്നാലും. മുകേഷും എനിക്ക് തോന്നുന്നു രമ്യ നമ്പീശനല്ല, രമ്യ പണ്ടത്തെ നടിയ, അവർ രണ്ടുപേരും കൂടെ അഭിനയിച്ചു. നല്ലൊരു സീനാണ്, നല്ല പാട്ടുമാണ്, നല്ല ട്യൂണുമാണ്. ഈ പറഞ്ഞല്ലോ ഒരുപാട് നല്ല പാട്ടുകൾ ഇതുപോലത്തെയൊക്കെ ഉണ്ട്, പക്ഷേ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് ഈ പറഞ്ഞല്ലേ ഒരു തലയിലെഴുത്താണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവനെ ക്രൂശിക്കുക, നിന്നെ നീ രക്ഷപ്പെടണ്ട എന്നുള്ള ഒരു ചിന്താഗതി. ഇപ്പം തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മളെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ വരും. എന്നെക്കൊണ്ട് ഇപ്പം എന്തെങ്കിലും ഒരു പക്ഷെ അതെല്ലാം ഫ്രീ ആണ്. നമ്മളായിട്ട് അങ്ങോട്ട് സമീപിച്ചാൽ അതിന് അവർക്ക് ക്യാഷും വേണം, മാത്രമല്ല അവസരവും ഇല്ല. ഒരു നമ്മൾ അങ്ങോട്ട് സമീപിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്.